ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അവതരിപ്പിക്കാന്നുള്ള ഒരു ലക്ഷ്യം കൂടിയായിരുന്നു. അത് ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ്. നല്ല കാര്യം. അപ്പോ ഇതൊരു തുടക്കമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പകുതി നന്നാക്കേണ്ടത്. ബാക്കി പകുതി ഷാരടി ശരിയായിക്കോളും. അല്ല, ബാക്കി പകുതി ഗസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ്. നമുക്ക് അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങളില്ല. എപ്പോഴും ഞങ്ങള് പകുതി ഗസ്റ്റ് പകുതി, താൻ പാതി ഗസ്റ്റ് പാതി എന്നാണല്ലോ. അതെ സംഗീത, സാറിന്റെ മുമ്പിൽ മാത്രമല്ല ഞങ്ങളുടെ മുമ്പിൽ കൂടി പ്രസന്റ് ചെയ്യണം. കാരണം ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മളാണ്. ഈ സെറ്റൊക്കെ ഇട്ട് തന്നിട്ട് പ്ലാറ്റ്ഫോം ഒക്കെ തന്നത് നമ്മളാണ്. ഇച്ചിരി ഫണ്ട് ഇറക്കിയിട്ടുണ്ട് ഇതിനകത്ത്. എന്റെ ഭാര്യ കാരിങ് ആണ്. അപ്പൊ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ട് അവൾക്കൊരു സന്തോഷവും സമാധാനവും കൊടുക്കണം, നല്ല തമാശകളൊക്കെ കേട്ട് ചിരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടി ഉണ്ടാക്കിക്കുന്നതാണിത്. ഞാൻ തമാശ പറഞ്ഞിട്ടൊന്നും വിളിച്ചിരിക്കുന്നില്ല. അവ കുറച്ചു പേരെ കൊണ്ടുവന്നിട്ട് നല്ല തമാശയൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച് എന്റെ ഭാര്യയുടെ പ്രസവം ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു ശ്രമമാണ്. ഇതിന്റെ ഭാഗമായിട്ട് നല്ല പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് പറ്റും. ധൈര്യമായിട്ടും ഓൾ ദി ബെസ്റ്റ്. സാർ നമസ്കാരം. ഹായ്. ഒരു ഹായ് തന്നോടെ. ഇതെല്ലാം ഞാൻ പറഞ്ഞു പഠിപ്പിക്കണേ. എന്റെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ പ്രശ്നം. അതാണ് എന്റെ കണ്ടന്റ്. ഈ പ്രശ്നം കണ്ടന്റ് എടുത്താൽ എന്താ പ്രശ്നം വെച്ചാല് പിന്നെ നമുക്ക് ഈ പ്രശ്നത്തെ പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അതെനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇപ്പോ പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളാണ്. ഇനി ഒരു പ്രശ്നം ഇല്ലാത്ത ഒരാളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും 2 പ്രശ്നം ഉണ്ടെന്ന്. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇപ്പോ ടെൻഷൻ, ഒരാൾക്ക് ടെൻഷൻ എങ്ങനെ വരിക? 3 സാഹചര്യങ്ങളാണ് അവർക്ക് ടെൻഷൻ വരാൻ സാധ്യത. ഒന്ന് പ്രഷർ ലോ ആവുമ്പോ, ഒന്ന് ഷുഗർ ലോ ആവുമ്പോ, ഒന്ന് അവന്റെ ഫോണിന്റെ ബാറ്ററി ലോ ആവുമ്പോ. നമ്മുടെ നാട്ടിലിപ്പോ പണ്ടൊക്കെ ഒരു ഫാമിലി ആയിട്ട് ഒരു തർക്കം നടന്നു വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അവര് ഒരു ഫംഗ്ഷന് വിളിച്ചു കഴിഞ്ഞാൽ പോവില്ല, അല്ലെ പോയാലോ അവിടുന്ന് ഫുഡ് കഴിക്കില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുറച്ച് മാറി. ഇപ്പോ ഒരു വാട്സപ്പിൽ എടുത്തിട്ട് ഒരു മെസ്സേജ് അയക്കും, ചെയ്തു തന്ന എല്ലാ ഉപകരണങ്ങൾക്കും നന്ദി, എന്നിട്ട് ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കും. ഇപ്പൊ ഒരു പെൺകൊച്ച് ബോറടിച്ചിരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ആ പെൺകൊച്ച് ഒരു പോസ്റ്റ് ഇടാണ്, ലോൺലെസിന്റെ ഒറ്റയ്ക്കിരിക്കുന്ന അനുഭവം വളരെ മൃഗീയമാണ്. ആ സെക്കൻഡില് ആ പെൺകുട്ടി ഒറ്റയ്ക്കല്ല, ആ പെൺകുട്ടിക്ക് 100 ആങ്ങളമാരും 100 അമ്മാവന്മാരും വരും. എന്നാ ഇതേ പോസ്റ്റ് നമ്മൾ ഇട്ടുന്ന് വെക്കാം, ആ പോസ്റ്റ് വരെ അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നതാണ്. ഈ സമൂഹം അങ്ങനെയാണ്. ഈ സമൂഹം നമ്മളോട് പറയും ജോലിക്ക് പോ, എല്ലാം ശരിയാവും. കല്യാണം കഴിക്കും, എല്ലാം ശരിയാവും. പിന്നെ പറയും കുട്ടികളാവട്ടെ, എല്ലാം ശരിയാവും. ഇവന്മാരെ 4 ചവിട്ട് കൊട്ടിയാ എല്ലാം ശരി. ഈ ആണുങ്ങളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മള് സമാധാനമായിട്ടിരിക്കുമ്പോ പെണ്ണ് അന്വേഷിച്ചു പോകും. എന്നിട്ട് പെണ്ണ് കെട്ടിയതിനു ശേഷം സമാധാനം അന്വേഷിച്ചു പോകും. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് എൻ്റെ ഫ്രണ്ടിന് ഒരു കല്യാണാലോചന. അപ്പൊ ബ്രോക്കർ പറഞ്ഞു പെണ്ണ് ഏതോ പീഡിയയിൽ നിൽക്കാണ്. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു, ഓ പീഡിയയിലാണെങ്കിൽ കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന ഒരു സാധനം നോക്കാം നമുക്ക്. അങ്ങനെ അത് വിട്ടു. ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു പോയി. ഒരിക്കൽ ഇവന് ആ പെണ്ണിനെ കാണേണ്ട ഒരു അവസരം വന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പെണ്ണ് പീഡിയയിലല്ല നിൽക്കുന്നത്, പീഡിയാട്രിഷ്യൻ ആയിരുന്നു. ഇവന്റെ അനിയന് വയലിൻ വായിക്കാൻ അറിയുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം. എവിടെ നടക്കാനാ? വയലിൻ വായിക്കുന്ന പെണ്ണ് തപ്പി തപ്പി നടന്ന് തോറ്റു. അവസാനം ഇവനൊരു തീരുമാനത്തിലെത്തി, വയലിൻ വായിക്കുന്ന പെണ്ണില്ലെങ്കിലും കുഴപ്പമില്ല, പേപ്പറിൽ വയലിൻ എന്ന് എഴുതിയാൽ അത് വായിക്കുന്ന ഒരു പെണ്ണായാലും മതി. ഇപ്പൊ പണ്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയല്ലായിരുന്നു, ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു, വളരെ മെലിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഷാരൂഖ് ഖാന്റെ ഫിഗർ പിടിക്കാനായിട്ട് മീശ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഷാരൂഖ് ഖാനെ പോലെ അല്ല, ഒടിയനിലെ ലാലേട്ടനെ പോലെയാണ്. അപ്പോ എന്റെ വീടിന്റെ അടുത്ത് ഇൻഹരിയറൽ പോലെ തന്നെ ഒരു പെങ്കൊച്ച് താമസിക്കാനായിട്ട് വന്നു പുതിയതായിട്ട്. അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു പോയപ്പോ ആ അമ്മൂമ്മ ചോദിച്ചു, ആർ യു ബംഗാളി? അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാ. അപ്പൊ അമ്മൂമ്മ വീണ്ടും ചോദിക്കാ, ഓഹോ ബംഗാളിൽ നിന്നും അച്ഛനും അമ്മ നേരത്തെ പോന്നല്ലേ. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാര് പല രീതിയിലാണ് പെരുമാറുക. ഇപ്പോ അവര് മറ്റുള്ളവരുടെ കാര്യത്തിൽ വരുമ്പോൾ ജഡ്ജാവും, സ്വന്തം കാര്യം പറയുമ്പോൾ വക്കീലാവും. ഇപ്പോ നമ്മുടെ നാട്ടില് എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു വിചാരിക്കാം. അപ്പൊ ഇവരെന്താ പറയുന്ന അറിയോ? അവനങ്ങനെ വേണം, അവനങ്ങനത്തോനാ, അവനങ്ങനെ നടന്നില്ലേ നടക്കുള്ളൂ, ദൈവം കണ്ടറിഞ്ഞു കൊടുത്താന്ന്. ഇന്ന് ഇതേ സംഭവം
ഇവരുടെ വീട്ടിൽ നടന്നു വിചാരിക്കാം. അപ്പൊ ഒരൊറ്റ തിരിക്കല. പാവങ്ങൾക്കൊക്കെ ഇങ്ങനെ ദൈവം ചതിച്ച എന്താ ചെയ്യുക? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത്ര നേരം ഞാൻ പറഞ്ഞത് പ്രശ്നത്തെ പറ്റിയാണല്ലോ. സത്യത്തില് ഇതിന്റെ ട്വിസ്റ്റ് ഉണ്ട്. എന്റെ ഈ കണ്ടന്റിന് ക്ലൈമാക്സ് ഇല്ല. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് പ്രശ്നം. ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഈ പ്രശ്നം ഞാനിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു. പ്രശ്നം അതായിരുന്നു കണ്ടന്റ്. അതെ, പ്രശ്നമായോ എന്ന് നമുക്ക് ചോദിക്കാം. രമേശിനോട് ചോദിച്ചേക്കാം. രമേശേട്ടാ, സംഗീതറാം വലിയ പ്രശ്നമില്ലാതെ പോയി. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല രസമായിട്ട് അവതരിപ്പിച്ചു. കുറെ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മള് സമാധാനം ആയിട്ട് നടക്കുമ്പോ പെണ്ണ് അന്വേഷിച്ച് നടക്കുന്നു, കല്യാണം കഴിക്കുന്നു, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് സമാധാനം അന്വേഷിച്ച് നടക്കുന്നു എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളൊക്കെ നല്ല രസമുള്ള പ്രയോഗങ്ങളായിരുന്നു. ഇനിയും കൂടുതൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളുമായിട്ട് വരാൻ സംഗീതിന് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് സംഗീത്. ലാൽ സാർ, ബേബി എങ്ങനെയാണ്? പ്രശ്നമാണോ? സാറേ ഒരു പ്രശ്നമില്ല. അപ്പൊ എല്ലാവരുടെ അഭിപ്രായം വലിയ പ്രശ്നമില്ല എന്നാണ്. ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. തീരെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയായിരിക്കും. പക്ഷെ രസമുള്ള കുറച്ച് തമാശകളുണ്ടായിരുന്നു. കുറച്ചും കൂടി എനർജറ്റിക് ആവും തോന്നുന്നു. കോൺഫിഡൻസ് കൂടി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആവും. അതിന് ചിരിക്കാനുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടിക്ക് ഞാൻ നിങ്ങളെ വിശ്വസിച്ചിരിക്കണം. ബേബി സാറെ, നമ്മുടെ വില കാക്കേണ്ടതാണ്. നിങ്ങൾ വേണം എല്ലാത്തിലും ഒന്ന് വടംവലിയുടെ വരിച്ചു നോക്കിയില്ലേ? ഓക്കെയാണ്. പൂക്കളം പോയി. പക്ഷെ ബാക്കി ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ അസോസിയേഷന്റെ പരിപാടികൾക്ക് നടത്തണം. നിങ്ങൾ ചെയ്താലേ നടക്കുള്ളൂ. എന്നെയും കൂടെ നേടിയാൻ പറയോ? നിങ്ങളുടെ ലളിതഗാനത്തിനൊക്കെ തന്റെ പേര് കൊടുത്തിട്ടുണ്ടോ? ആരുമില്ല മത്സരിക്കാൻ. പ്രാക്ടീസ് ചെയ്യണ്ടേ? ഞാൻ റെഡിയല്ലേ? റെഡിയാ. ബേബി സാറൊക്കെ റെഡിയാക്കി വെച്ചോണ്ടല്ലേ പ്രാക്ടീസ് കിടക്കട്ടെ. കളത്തിലൊന്നും കാണിക്കല്ലേ ആരും. അങ്ങനെ വളരെ വാശിയേറിയ ഒരു മത്സരമാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. റെഡി, 1, 2, 3, go. Up, 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 up. Baby sir. ഒരു കാര്യം പറയാം, ബാക്കിയൊക്കെ അദ്ദേഹത്തിന്റെ പണത്തിന്റെ കുന്തളിപ്പാന്നൊക്കെ പറയാം. ഇത് പ്രതിഭയാണ്. ഇതൊരു സ്പോർട്സ്മാൻഷിപ്പാണ്. അത് ചെറിയ കാര്യമല്ല. എങ്ങനെ സാധിക്കുന്നു സാർ? ഇതൊക്കെന്ന് പറഞ്ഞാല് ഒരു ഏകാഗ്രത വേണം. പിന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ? അതുപോലെ ഈ യോഗയൊക്കെ പഠിച്ചു കഴിഞ്ഞാല് ഇത് വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിന് നല്ല ഉറപ്പ് വേണം. മനസ്സിന് മാത്രം ഉറപ്പ് പോരട്ടാ, ഇതില് തേച്ചക്കണ പശയ്ക്ക് നല്ല ഉറപ്പാ.